ഡോക്ടർ അരുൺ പി നായർ, ശ്രീ സുഭാഷ് ബാബു ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അന്വേഷണ സംഘത്തോടൊപ്പം മനഃശാസ്ത്ര വിദഗ്ധരുടെ ഒരു സേവനം കൂടി അനിവാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ മാനസികാവസ്ഥ അതുകൂടി പഠിച്ച് കൃത്യമായ രീതിയിൽ വേണം അന്വേഷിക്കേണ്ടത്. ശ്രീ കെ എം ആൻ്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വ്യക്തമായ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ അത്രത്തോളം അനിവാര്യമാണ്. അതേസമയം തന്നെ ശ്രീ കെ എം ആൻ്റണി സാർ അല്പസമയം മുമ്പ് സൂചിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഇങ്ങനെയുള്ളൊരു കൊലപാതകം നടത്തിയ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ആ ജീവിത രീതിയായാലും ശൈലിയായാലും അതിൽ ഒരു അപാകതയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് അത്രത്തോളം വിശ്വസിക്കാൻ കഴിയാത്തതും. കാരണം അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ആർക്കും അങ്ങനെ അറിയില്ല. അദ്ദേഹം മറ്റ് തരത്തിലുള്ള അരുതായ്മകൾ ചെയ്തിട്ടുണ്ടോ എന്ന് പലർക്കും അറിയില്ല. കാരണം ഇതുവരെയും സമൂഹത്തിൽ മാന്യനായി നിന്ന ഒരു വ്യക്തിയാണ്, ഒരു 23-കാരനാണ്. അദ്ദേഹമാണ് പെട്ടെന്ന് ഇത്രത്തോളം ക്രൂരമായ, അതിനിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത്. ഈ ക്രൂരമായ മനസ്സിനുടമകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ക്രിമിനലുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ അത്രത്തോളം അതിശയപ്പെടുത്താറില്ല. കാരണം അയാൾ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അയാൾ അങ്ങനെയുള്ളവനാണ് എന്നുള്ള ഒരു പൊതുബോധമുണ്ട്. പക്ഷേ ഇവിടെ അപ്പാടെ അതിശയിപ്പിക്കുകയാണല്ലോ, ആ ബോധം തന്നെ മറിയുകയാണല്ലോ. എന്തുകൊണ്ടായിരിക്കാം അത്? തീർച്ചയായിട്ടും ഒരുപാട് സങ്കീർണതകൾ ഉള്ളൊരു സംഗതിയായിട്ട് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരു അടിസ്ഥാനപരമായി അങ്ങനെ വ്യക്തിത്വത്തിന്റെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് ജീവിതത്തിൽ ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ ഒരുപക്ഷെ ആ ഒരു പശ്ചാത്തലത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നേക്കാം. ഇപ്പോൾ ജീവിതത്തിൽ ചില പ്രത്യേക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ആ സമ്മർദ്ദത്തിനെ മറികടക്കാനുള്ള ഒരു മരുന്ന് എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പലരും ഉപയോഗിക്കുന്നുണ്ട്. അത് ലഹരി വസ്തു എന്ന് പറയുന്നുണ്ട്, മദ്യമടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നിയമവിരുദ്ധമായ ലഹരി വസ്തുക്കൾ മാത്രമല്ല, നിയമവിധേയമായ മദ്യമടക്കമുള്ള ലഹരി വസ്തുക്കളെയും കൂടെ ചേർത്ത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവരുടെ മാനസിക സമ്മർദ്ദം മറികടക്കാനായിട്ട് ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ തലച്ചോറിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം കുറച്ചു നേരത്തേക്ക്, ഏതാനും മണിക്കൂർ നേരത്തേക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും നമ്മുടെ ആത്മനിയന്ത്രണം പരിപൂർണമായ അർത്ഥത്തിൽ നഷ്ടപ്പെടുകയും, എന്തൊക്കെയാണോ മനസ്സിൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ആരോടെങ്കിലുമൊക്കെ ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയുന്ന ഒരു അഭിപ്രായം സ്വീകരിക്കപ്പെടാതെ ഇരുന്നാൽ, നമ്മുടെ ഒരു ആഗ്രഹം നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും വളർച്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടെയെല്ലാം അത്തരം ദേഷ്യങ്ങൾ തോന്നിയാലും നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ശക്തമായ സാന്നിധ്യമാണ്. മൃഗങ്ങൾക്കൊന്നും പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്ത, മനുഷ്യന് വികസിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. സ്വയം നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നു. നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ചില ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം തകരാറിലേക്ക് പോയി കഴിഞ്ഞാൽ എടുത്തുചാടിയുള്ള, എന്താണോ അടിസ്ഥാനപരമായ ഒരു ജൈവ ചോദന തോന്നിയത്, അത് അപ്പടി പ്രവർത്തിക്കാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് വരുന്നു. നേരത്തെ ശ്രീ സുഭാഷ് ബാബു സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ഒരു അന്വേഷണത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും സഹായകമാണ്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേർന്നത് എന്നുള്ളതൊന്ന് വിലയിരുത്താൻ അത് ഗുണകരമാവും. വളരെയധികം നന്ദി ശ്രീ അരുൺ പി നായർ.